മലയാള സിനിമ സീരിയൽ താരം കനകലത അന്തരിച്ചു. പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 63 വയസ്സായിരുന്നു. ഏറെ നാളായി മറവി രോഗബാധിതയായിരുന്നു. 1990 കാലഘട്ടങ്ങളിലെ മലയാള ചലച്ചിത്ര മേഖലയിലെ സജീവമായ അഭിനേത്രിയായിരുന്നു കനകലത. അഭിനയ രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന കനകലത മലയാളത്തിലും തമിഴിലും ഒരുപോലെ സജീവമായിരുന്നു. അഭിനയ പാടവം കൊണ്ട് കാഴ്ചക്കാരെ ഏതു വിധേനയും കയ്യിലെടുക്കാൻ കഴിവുള്ള അഭിനേത്രി ഏറെ സ്നേഹിച്ചതും ആക്ഷനും കട്ടും ക്യാമറയും ഒക്കെ തന്നെ ആയിരുന്നിരിക്കണം. 2023 ഏപ്രിൽ 8 റിലീസായ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെടുന്നത്. ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും പൂർണ്ണമായും ഒഴിവാക്കി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളിൽ. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി 1960 ഓഗസ്റ്റ് 24 ജനനം. കനകലതയുടെ സഹോദരി വിജയമ്മയാണ് നടിയുടെ അസുഖ വിവരം കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയത്. 2021 ഓഗസ്റ്റ് മുതലാണ് രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും. ഉറക്കക്കുറവായിരുന്നു തുടക്കം. വിശദ പരിശോധന നടത്തിയതോടെ ഡിമെൻഷ്യയുടെ തുടക്കമാണെന്നും തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയിരുന്നു. വിവാഹമോചിതയായതിനെ തുടർന്ന് സഹോദരിക്കും കുടുംബത്തിനുമൊപ്പമായിരുന്നു അവസാന നാളുകളിൽ താമസം. കലാപരമായ കാര്യങ്ങളിൽ അഭിരുചി പ്രകടമാക്കിയിരുന്ന ഒരു കുടുംബ പശ്ചാത്തലം തന്നെ കനകലതയ്ക്ക് ഉണ്ടായിരുന്നു. മലയാള സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ഏറെ വേണ്ടപ്പെട്ട ഒരു മുഖമായി തന്നെ മാറിയിരുന്നു ഈ അസാധ്യ അഭിനേത്രി. P.A. ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ ചിത്രം. എന്നാൽ ആ സിനിമ റിലീസായില്ല. തുടർന്ന് ലെനിൻ രാജേന്ദ്രന്റെ ചില്ല് എന്ന സിനിമയിൽ പ്രാധാന്യമുള്ള ഒരു വേഷം കിട്ടിയതോടെയാണ് സിനിമയിൽ ചുവടുറപ്പിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു. പിന്നീട് നാടകത്തിലൂടെ സിനിമയിലെത്തി 350ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ചെറുതും വലുതുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു യാത്രാമൊഴി, ഗുരു, കിലുകിൽ പമ്പരം, പാർവതി പരിണയം, തുമ്പോളി, കടപ്പുറം, ആദ്യത്തെ കൺമണി, FIR, ആകാശഗംഗ, അനിയത്തിപ്രാവ്, അഞ്ചര കല്യാണം, ദോസ്ത്, മയിൽപീലിക്കാവ്, മന്ത്രമോതിരം, എന്നെന്നും നന്മകൾ, കിരീടം, രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഏതു ഭാവങ്ങളും കഥാപാത്ര വൈകല്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന കനകലത ഗൗരവമുള്ള കഥാപാത്രങ്ങളും ഹാസ്യം നിറഞ്ഞ കഥാപാത്രങ്ങളും സഹനടിയായും സമർത്ഥമായി അഭിനയിച്ച് ഫലിപ്പിക്കുകയായിരുന്നു. 1990കളിലും 2000ന്റെ തുടക്കത്തിലും കനകലത അവതരിപ്പിച്ച കോമഡി സ്പർശമുള്ള കഥാപാത്രങ്ങൾ പലതും ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. പ്രിയത്തിലെ കോമഡി രംഗങ്ങളായിരുന്നു പ്രേക്ഷകരെ ഏറ്റവും കൂടുതലായി ചിരിപ്പിച്ചത്. അഭിനയത്തെ അത്ര കണ്ട് സ്നേഹിച്ച് അഭിനയത്തെ തന്നെ ജീവിതമാക്കിയ കനകലതയ്ക്ക് ഈ മേഖലയിൽ താൻ പതിപ്പിച്ച വ്യക്തിമുദ്രയുടെ മഹത്വം മനസ്സിലാക്കി തന്നെ സമാധാനമായി ഉറങ്ങാം.